ചേട്ടാ, കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ നിയമനിയോജക മണ്ഡലത്തിൽ 2021 BJP പരാജയപ്പെടാണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതുപോലെ തന്നെയാണോ ഇപ്പോൾ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണോ കെ മുരളീധരൻ? മറ്റ് രണ്ട് പാർട്ടികൾക്കും BJPയെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത് മറ്റ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് NDF പോലുള്ള സംഘടനകളുടെ തൊട്ട് എങ്ങോട്ടും അറിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയപ്പാടിലേക്ക് കടക്കേണ്ട കാര്യം BJPക്ക് ഇല്ല. അപ്പോൾ അത് നിലവിലെ സാഹചര്യത്തിൽ BJPയോട് വിജയിക്കുന്നുള്ള പ്രതീക്ഷ അത് 100% ഉറപ്പാണോ? 100% കഴിഞ്ഞ തവണ ഏകദേശം 2,80,000 ചില്ലറ 3 ലക്ഷത്തിനടുത്ത് തൊട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് 1 ലക്ഷം തൊട്ടായിരുന്നു BJP അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിന് ശേഷം ഏകദേശം 1,25,000 നിന്ന് വീണ്ടും 293 നമ്മൾ പോയി. അപ്പോൾ ഇരട്ടി വർധനവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാണാൻ സാധിച്ചുള്ളത്. ഇപ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ 2,96,000 വോട്ട് കിട്ടിയ BJP അതിൻ്റെ ഇരട്ടി വോട്ട് മേടിക്കും. ഏകദേശം 5 ലക്ഷത്തിന് 4 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വോട്ട് പിടിക്കും എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് BJP ജയിക്കുമെന്ന് പറയാനുള്ള സാഹചര്യം. ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ VS സുനിൽകുമാർ ഈ തട്ടിമിരയായിട്ടുള്ള സഹകാരികളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ല, VS സുനിൽകുമാർ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് കേരളത്തിൻ്റെ കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ ചെന്നിരുന്നത്. മന്ത്രി ആയതിനു ശേഷം സുനിൽകുമാർ എന്ത് ചെയ്തു എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ സുനിൽകുമാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മന്ത്രിയായിരുന്ന ആൾ ഇനി MP ആയാൽ സുനിൽകുമാറിൻ്റെ ആളുകളോട് തന്നെ ചോദിച്ചാൽ ആര് പ്രധാനമന്ത്രിയാകും സുനിൽകുമാർ എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് LDF കേരളത്തിലുള്ളത്. പക്ഷേ BJP പറയുന്നത് ഇവിടെ കേരളത്തിൽ ആര് ചോദിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയാണ്. അവർക്കൊരു പ്രധാനമന്ത്രി ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് കാണിക്കാനാണ് ഇവിടെ കേരളത്തിൽ? അപ്പോൾ സുനിൽകുമാർ കേരളത്തിൻ്റെ കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന സാധാരണക്കാരനെ പോലും ചതിച്ച് പറ്റിച്ച് വഞ്ചിച്ച് മന്ത്രിസ്ഥാനം 5 വർഷം കൊണ്ടുപോയ ആളാണ്. അതുതന്നെയാണ് ഇനിയും തുടരുമെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശസ്തി നമുക്ക് തോന്നുന്നില്ല. കരുവന്നൂരിലെ കള്ളന്മാരാണ്. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ 22-ാം തീയതി തൃശ്ശൂരിലെ CPMൻ്റെ ഓഫീസിൽ വന്നു. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ വരുമ്പോൾ വഴി തടഞ്ഞ് വാഹനങ്ങൾ തടഞ്ഞ് മണിക്കൂറുകളോളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് പിണറായി വിജയൻ വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം CPMൻ്റെ ഓഫീസിൽ വന്ന സമയത്ത് ഒരു വഴി തടയലും ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ മുഖ്യമന്ത്രിക്ക്. എന്തിനു വേണ്ടി വന്നു? അത് കരുവന്നൂരിൻ്റെ കളവിൻ്റെ രഹസ്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ആരും അറിയാതെ CPMൻ്റെ ഓഫീസിൽ കഴിഞ്ഞ മാസം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരുവന്നൂരിലെ വിഷയം വലിയ ആഘാതമാണ്. ജനങ്ങളെ ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്. കൊള്ളയും മുക്കലും താത്തിലൊക്കെ നടത്തിയിട്ടുള്ളത് ഈ ഇടതുപക്ഷമാണ്. അത് ജനങ്ങൾക്കറിയാം. കരുവന്നൂരിനെ സംബന്ധിച്ച് സാധാരണക്കാരൻ്റെ പണം പോലുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരു കരുവന്നൂരല്ല, കേരളത്തിലെ പല മേഖലയിൽ ഇതാണ് സഹകരണ ബാങ്കിലെ അവസ്ഥ. ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമാവും? തീർച്ചയായിട്ടും അനുകൂലമാവും, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം നമുക്ക് കരുവന്നൂർ സുരേഷ് ഗോപി പോയ സമയത്ത് പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചു. അവിടെ പറ്റിക്കപ്പെട്ട ജനങ്ങൾ അത് ഏതുമാകട്ടെ, പക്ഷെ അവരെല്ലാവരും സുരേഷ് ഗോപി എന്ന് പറയുന്ന പച്ച മനുഷ്യൻ, ഒരു രാഷ്ട്രീയം നോക്കണ്ട, അത് CPM കോൺഗ്രസോ നോക്കണ്ട, പക്ഷേ ജനങ്ങളെ ഒന്നുമല്ലാതെ അദ്ദേഹത്തിന് 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം സിനിമയിൽ കിട്ടിയാൽ, കോടികൾ കിട്ടിയാൽ ആ പണം മുഴുവനും സാധാരണക്കാരനെ കൊടുക്കുന്ന പച്ചയായ മനുഷ്യൻ അദ്ദേഹം ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ പച്ചയായ നല്ല മനുഷ്യൻ്റെ സഹായം ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് സുരേഷ് ഗോപി വരുന്ന സ്ഥലത്ത് ഒരുപാട് ജനങ്ങളുടെ ജനക്കൂട്ടം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസമുണ്ട് സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപി മാത്രമേ ജയിക്കൂ തൃശ്ശൂരിലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? എങ്ങനെയുണ്ട്? പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണുള്ളത്. ജയിക്കുമോ? അതിനുള്ള സാധ്യത ഉണ്ടോ? പിന്നെന്താ, ജയിക്കാനിരിക്കാൻ ഒരു സുരേഷ് ഗോപിയുടെ ജയിക്കും മാത്രമല്ല, ഇവിടെ കേന്ദ്രമന്ത്രി ആവാനാണ് പോണത്. മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് കേന്ദ്രമന്ത്രി ആവുന്നുള്ളത്. കോൺഗ്രസ് 40-നും LDF 4-നും അതുപോലെ തന്നെ LDF ഈനാമ്പേച്ചി മരപ്പെട്ടി ചിഹ്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അല്ലാതെ ഒരു കേന്ദ്രത്തിലൊരു അധികാരത്തിൽ വരാനോ അവരൊരു പ്രധാനമന്ത്രി ആവാനോ ഒന്നിനുമായിട്ടല്ല ഇതാണത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പ്രധാനമന്ത്രി നിശ്ചയിച്ച ആ സുരേഷ് ഗോപി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തൃശ്ശൂരിൻ്റെ MP ആവും, ഒരു കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രി ആവും എന്നുള്ളത് ഉറപ്പാണ്. അത് പൊതുജനങ്ങളായാലും എല്ലാവരും അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു കാരണവശാലും സ്ത്രീകളോട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളോട്ട് ഒരിക്കലും പാഴാവില്ല. അവർ നല്ല ആത്മവിശ്വാസത്തിലാണ് അങ്ങനൊരു സുരേഷ് ഗോപിയെ ജയിക്കണം എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ഇത്തവണ BJPക്ക് ലഭിക്കാനുള്ള സാധ്യത? ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് തീർച്ചയായും ഇപ്രാവശ്യം ലഭിക്കും.
എല്ലാ ലക്ഷക്കണക്കിന് വരുന്ന എല്ലാ ക്രൈസ്തവരെന്നല്ല, പക്ഷെ ജയിക്കാനുള്ള വോട്ട് അവർ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അവരൊരു ഭയഭീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ജയിക്കുന്നത്. ഇവർ മറ്റു പല സംസ്ഥാനങ്ങളിലെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവരെ മുതലെടുക്കാൻ നോക്കുന്നത്, വോട്ട് ബാങ്കായി ലക്ഷ്യം വെച്ചുകൊണ്ട്. പക്ഷേ അതെല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലായി, ഒരു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇപ്രാവശ്യം സുരേഷ് ഗോപിക്കാണ്. മാത്രമല്ല ഇവർ പറയുന്ന ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ, ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് പിണറായി അങ്ങോളം ഇങ്ങോളം നടന്ന് മറ്റുള്ള ഈ ഇതിൻ്റെ പൗരത്വ ബില്ലിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ പൗരത്വ ബില്ല് വരെ മറികടന്നുകൊണ്ട് ഇപ്രാവശ്യം ഈ മുസ്ലിം സ്ത്രീകൾ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വരാൻ സാധ്യതയുണ്ട്. അതന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഇപ്പോൾ ചേട്ടാ, ഈ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? കെ മുരളീധരൻ ഇപ്പോൾ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ. പക്ഷേ കെ മുരളീധരൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, ഇവിടെ മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും, MP ആവാൻ വേണ്ടി മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉണ്ട്, MP വേണ്ട, MLA മതി എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ കെ മുരളീധരൻ ഇവിടെ വന്ന് ഇറങ്ങിയത് തന്നെ വടകരയിൽ നിന്നാൽ ചിലപ്പോൾ ജയിക്കും എന്നുള്ള സാധ്യതയുണ്ട് മുരളീധരൻ. പക്ഷേ ഈ കെ മുരളീധരൻ ഇവിടെ തൃശ്ശൂർ വന്ന് മത്സരിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ തോൽക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കെ മുരളീധരൻ വന്നിട്ടുള്ളത്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല.